ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അടുത്ത 1.5 വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ BJP തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി ചില മുന്നൊരുക്കങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ലഘൂകരിക്കുകയും ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും പാർട്ടി നടത്തുമെന്നാണ് കേൾക്കുന്നത്. പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തെ 31 ജില്ലകളായി വിഭജിക്കുമത്രേ. 10 ലക്ഷം പേർക്ക് ഒരു ജില്ല എന്ന നിലയിലാണിത്. കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണത്രേ ഈ തീരുമാനം വന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി MPയും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ല എന്ന് രണ്ടുപേരും വ്യക്തമാക്കി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, ശോഭ സുരേന്ദ്രൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ എന്നിവരുമൊക്കെ പങ്കെടുത്തു എന്നാണ് വാർത്ത. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം, തൃശൂർ നഗരസഭകളിൽ അധികാരം പിടിക്കുക എന്നത് BJP ലക്ഷ്യമിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തവണയും BJPയാണ് പ്രധാന പ്രതിപക്ഷം. 2010 വെറും 6 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2015-2020 വർഷങ്ങളിൽ 35ലേക്ക് ഉയർത്താൻ BJPക്ക് കഴിഞ്ഞു. സംഘടനാ തലത്തിൽ കൂടുതൽ ജില്ലകളാക്കിയിട്ടുള്ള പ്രവർത്തനം മറ്റ് പല സംസ്ഥാനങ്ങളിലും BJPക്ക് നേട്ടമുണ്ടാക്കാൻ സഹായകമായിരുന്നത്രേ. ഇത് കേരളത്തിലും പരീക്ഷിച്ച് വിജയിപ്പിക്കാനും അത് നടപ്പിലാക്കാനും തന്നെയാണ് അത്രേ പാർട്ടി ശ്രമിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 41 സീറ്റുകളിൽ വിജയം പിടിച്ചെടുക്കുക എന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം. ഇതിനു വേണ്ടുന്ന തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കും. പിന്നോക്ക വിഭാഗങ്ങൾ BJPയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനോടൊപ്പം പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുതെന്നും തീരുമാനമായി. അതേസമയം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി യോഗം ചർച്ച ചെയ്തതേയില്ല. സമാനമായി തന്നെ പാലക്കാട് നഗരസഭയിൽ ലീഡ് കൈവിട്ടതും യോഗത്തിൽ ചർച്ചയായില്ല. K സുരേന്ദ്രൻ തന്നെ 2026 വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ അനൌദ്യോഗികമായി തീരുമാനിക്കപ്പെട്ടത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറി അവസാനിപ്പിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റം ചർച്ചയായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41 സീറ്റ് എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. തൃശൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്നത് ലക്ഷ്യം വെച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ BJP കോർ കമ്മിറ്റി യോഗത്തിലെ ചർച്ച. കേരളത്തിലെ BJP ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാനും ധാരണയായി. ഇതോടെ BJP ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം 31 ആകും. കൊച്ചിയിൽ ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൻ്റെതാണ് തീരുമാനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്കാണ് കൊച്ചിയിൽ ചേർന്ന BJP കോർ കമ്മിറ്റി യോഗം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ 41 എന്നായിരിക്കും BJPയുടെ ലക്ഷ്യം. അതായത് 41 നിയമസഭാ സീറ്റുകളിൽ വിജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനാണ് കോർ കമ്മിറ്റി യോഗത്തിലെ ധാരണ. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ BJP ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കാൻ ധാരണയായിരിക്കുന്നത്. കുറച്ചു മുമ്പാണ്, അതായത് 2-3 മാസം മുമ്പായിരുന്നു മലബാർ ഒരു സംസ്ഥാനമായിട്ട് രൂപീകരിക്കണം. മലബാറിൽ ഒരു സംസ്ഥാനം, മലബാർ മാത്രമായിട്ട് ഞങ്ങൾക്കൊരു സംസ്ഥാനമായിട്ട് രൂപീകരിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് തെറ്റു പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ മുസ്തഫ മുണ്ടുപാറ എന്ന മൗലവി പറഞ്ഞ വിഷയം വല്ലാതെ വൈറലായിരുന്നു. അന്ന് ശക്തിയുക്തം മറുപടി പറഞ്ഞ് പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ് K സുരേന്ദ്രൻ. പലർക്കും ഇപ്പോഴും 1921 മാനസികാവസ്ഥയാണെന്നും അതിൽ നിന്ന് ഇനിയും അവർ മുക്തമായിട്ടില്ലെന്നും 21 അതേ അവസ്ഥയിൽ തന്നെയാണ് കേരളം എന്നാണ് അവരുടെ ധാരണയെന്നും ആ മനസ്സുമായി ഇനിയും കേരളം വിഭജിക്കാൻ വന്നാൽ ഈ നാട് അവർക്ക് പച്ചപ്പരവതാനി വിരിക്കുമെന്ന് കരുതരുതെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസ് മീറ്റ് നടത്തി. അതുപോലെ പിണറായിയും VD സതീശനും എത്ര തന്നെ ഒത്താശ ചെയ്താലും ശരി, ആ പൂതി ഇനിയും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ചാലഞ്ച് ചെയ്ത ആളുകൂടിയായിരുന്നു K സുരേന്ദ്രൻ. ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് ഇവരെ കേരളം വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ്. രാത്രിയെന്നും പകലൊന്നുമില്ലാതെ
പല മാർഗത്തിലൂടെയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇപ്പോൾ കേരളം 41 ഭാഗങ്ങളായി 31 ഭാഗങ്ങളായി ഇത്ര ഭാഗം വേണമെന്ന ധാരണയ്ക്ക് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ആവശ്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് കേരള സംസ്ഥാനം വിഭജിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. കേരളം വിഭജിച്ച് കോഴിക്കോട് ആസ്ഥാനമാക്കി മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. ഈ ആവശ്യവുമായി മുസ്ലിം ലീഗ് നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങുകയാണ് യൂത്ത് ലീഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളും മാഹിയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും ഉൾപ്പെടുത്തി പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. മലബാറിന്റെ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ പുതിയ സംസ്ഥാനം അനിവാര്യമാണെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട്. വിഷയം മുസ്ലിം ലീഗിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പാർട്ടിയെ കൊണ്ട് പുതിയ സംസ്ഥാനം എന്ന ആവശ്യം ഉന്നയിപ്പിക്കാനുമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ശ്രമം. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം യാഥാർത്ഥ്യമാക്കിയതാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് ഇപ്പോൾ പ്രചോദനമായത്. എൻറ്റയർലി ഡിഫറന്റ് ആണ് ചരിത്രപരമായും സാംസ്കാരികമായും തിരുകൊച്ചിയും മലബാറും തമ്മിലുള്ള. അപ്പൊ ഇപ്പോഴത്തെ ഈ തെലങ്കാന സംസ്ഥാനമൊക്കെ വന്നൊരു സാഹചര്യത്തില് കോഴിക്കോട് കേന്ദ്രമായി പഴയ മലബാർ ജില്ല ശരിക്കും ഒരു സംസ്ഥാന ഗവൺമെന്റ് പോയത് ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നാണ് ഒരഭിപ്രായം നമ്മൾ പറയുന്നത്. ഇപ്പോ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസക്തിയിൽ എനിക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ തമിഴ്നാടും പോണ്ടിച്ചേരിയും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. മലബാർ ജില്ലയുടെ പുറത്തുണ്ടായിരുന്ന മാഹി ഇപ്പൊ ഉണ്ട്. മാഹി ഇങ്ങനെ കേരള തലശ്ശേരിയുടെയും ഇങ്ങനെ കണ്ണൂരിന്റെ ഇടയിൽ ഒരു പൊട്ടായിട്ട് കിടക്കാണ്. അത് ആ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു മലബാർ സംസ്ഥാനം വന്നാൽ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ രംഗത്തുണ്ട്. അതായത് ആദ്യം മലബാർ ജില്ല ഒന്ന് വിഭജിക്കണം എന്ന് പറഞ്ഞാണ് രംഗത്ത് വരുന്നത്. പിന്നീടാണ് മലബാർ ഒരു അത് നടക്കത്തില്ല എന്ന് ഏതാണ്ട് മനസ്സിലായ സ്ഥിതിക്കാണ് എന്നാ പിന്നെ ഒരു സംസ്ഥാനം തന്നെ അങ്ങ് ചോദിച്ചു കളയാമെന്ന് പറഞ്ഞു വന്നത്. അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആനയും ആടും പോലെ. അതായത് അത് മതത്തിന്റെ പേരിൽ ഒരു വിഭജനമാണ് ആവശ്യപ്പെട്ടത്. മുമ്പ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ ഭാഗിച്ചു പോയതുപോലെ ഇനിയും ഇസ്ലാം മതവിശ്വാസികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനം അഥവാ ഒരു ജില്ല, ആ രൂപത്തിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ ഭാഗിച്ചു തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴിതല്ല സ്ഥിതി. 10 ലക്ഷം ആളുകളെ വീതം ഉൾക്കൊള്ളി. ഇതൊക്കെ പ്രായോഗികമാകുമോ എന്നത് കണ്ടറിയണം. അപ്പോൾ മനുഷ്യനെ ഈ രൂപത്തിൽ വേർതിരിക്കുക, വിഭജിക്കുക, ഇനിയും ഏതെങ്കിലും രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ മാർഗമായിട്ട്, വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടുതൽ പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ ഈ വിഭജനം എന്നറിയില്ല. ഒരു മീറ്റിംഗ് നടന്നു എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. അതിനെന്താ കോർ കമ്മിറ്റിയോ? ആ കമ്മിറ്റി രൂപീകരിച്ച് ആ രൂപത്തിലൊരു ചർച്ചയാണ് മുന്നോട്ട് പോയത്. എത്രമാത്രം പ്രായോഗികമാകുമെന്നോ സക്സസ് ആകുമെന്നോ അറിയില്ല.